മാർച്ച് 31 കള്ളം പറയൽ ഹറാമായതുപോലെ ഏപ്രിൽ 2 കള്ളം പറയൽ ഹറാമായതുപോലെ ഏപ്രിൽ 1 കടുത്ത ഹറാമ് തന്നെ. മുസ്ലിമേ, നീ ഏപ്രിൽ ഫൂളിന്റെ അന്നും കള്ളം പറയരുത്. നിനക്ക് അല്ലാഹു കള്ളം പറയാൻ വേണ്ടി നാവ് തന്നിട്ടില്ല. വളരെയേറെ ശ്രദ്ധിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെയാണ് കളവ് പറയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അനാ അലാ ഉനബ്ബിയുകും ബിഅക്ബറിൽ കബായിർ, ഏറ്റവും വലിയ വൻകുറ്റം ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്ന, അലാ ഉനബ്ബിയുകും ബിഅക്ബറിൽ കബായിർ, അലാ ഉനബ്ബിയുകും ബിഅക്ബറിൽ കബായിർ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. സഹാബത്ത് പറയുന്നു, നബിയെ പറഞ്ഞു തരൂ, വൻകുറ്റം എന്താണ്? ഖാല അൽ ഇശ്റാകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്. അല്ലാഹുവിന് ഒരു വിഷയത്തിലും ഒരു നിലക്കും ഒരു കൂറുകാരനുമില്ല. രണ്ടാമതായി പറയുന്നു, വഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് വലിയ കുറ്റമാണ് കേട്ടോ. ബാംഗ്ലൂരിലും പരിസരങ്ങളിലുമൊക്കെ ജോലിയും ബിസിനസ്സുമായി കഴിഞ്ഞുകൂടുന്ന ചെറുപ്പക്കാരെ, അതുപോലെ കാരണവന്മാരെ, ഉമ്മമാരെ, സ്വന്തം ഉമ്മമാരെ സംബന്ധിച്ച്, സ്വന്തം പിതാക്കളെ സംബന്ധിച്ച് ഓരോ സമയത്തും നമ്മൾ ഓർമ്മയുള്ളവരാകണം. നാട്ടിൽ ഭാര്യമാരെ ടെലിഫോൺ ചെയ്യും, ഉമ്മാനെ ടെലിഫോൺ ചെയ്യാത്ത ചില ആളുകളുണ്ട്. സ്വന്തം ബാപ്പനെ വിളിക്കില്ല, അമ്മോശനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില പുതിയാപ്പിളമാരുണ്ട്. നിങ്ങളെ കൂട്ടത്തിലുണ്ടെന്നല്ല, ഇല്ലെന്നുമല്ല, ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നമ്മൾ തിരുത്താൻ വേണ്ടിയാണ്. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ സ്വർഗത്തിൽ പ്രവേശനമില്ലെന്ന ബോധം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. മാതാപിതാക്കളെ മനസ്സ് ബുദ്ധിമുട്ടിക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണുന്നു. ഇത് എണ്ണിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ ചാരിയിരിക്കുകയായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, വകാന മുത്തഖിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്നുകൊണ്ടാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് വൻകുറ്റമാണെന്ന് പറഞ്ഞത്. ചാരിയിരുന്നുകൊണ്ടാണ്. അതെ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നതും വൻകുറ്റമാണെന്ന് പറഞ്ഞത്. ചാരിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഉന്മേഷത്തോടെ റസൂലുള്ളാഹി എഴുന്നേറ്റിരുന്നു. പുസ്തകം വാങ്ങിയവരൊക്കെ അവിടെ വെക്കുക, വായിക്കരുത്. റൂമിൽ കൊണ്ടുപോയിട്ട് വായിക്കുക. കാരണം റൂമിൽ കൊണ്ടുപോയാൽ വാല്യൂ ഉണ്ടാവില്ല, വാല്യപ്പേ ഉണ്ടാവുള്ളൂ. റൂമിൽ കൊണ്ടുപോയാലും പുസ്തകം കയ്യിലുണ്ടാവും. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ ചാരിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ഉന്മേഷത്തോടെ ഇങ്ങ് നേരെ ഇരുന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അലാ വശഹാദത്തു സൂർ, അലാ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ, അലാ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ, അലാ വഖൗലു സൂർ. റസൂലുള്ളാഹി പറഞ്ഞിട്ട് നിർത്തുന്നില്ല, ആവർത്തിച്ച് ഇങ്ങനെ പറയാണ്, അലാ വശഹാദത്തു സൂർ, അലാ വഖൗലു സൂർ. സഹാബത്ത് പറയുന്നു, ഞങ്ങൾ പറഞ്ഞുപോയി, റസൂൽ നിർത്തുകയില്ലെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. തങ്ങളൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്താ പറഞ്ഞത്? കള്ളസാക്ഷി പറയലാണ്, നുണപ്രചരണമാണ്. കള്ളസാക്ഷി പറയലാണ്, നുണപ്രചരണമാണ്. കള്ളസാക്ഷി പറയലാണ്, നുണപ്രചരണമാണ്. വൻകുറ്റങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചാരിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ചാരിയിരിക്കുന്ന രൂപമൊന്ന് മാറ്റിയിട്ട് ഉന്മേഷത്തോടെ ഇരുന്നിട്ട് നിർത്താതെ പറയുകയാണ്, അലാ വശഹാദത്തു സൂർ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ വഖൗലു സൂർ. നിർത്താതെ പറയുകയാണ്. അതിന്റെ ഗൗരവമല്ലേ അറിയിക്കുന്നത്. അതുകൊണ്ട് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു തന്ന നാവ് കൊണ്ട് കള്ളസാക്ഷി പറയരുത്. അല്ലാഹു തന്ന നാവ് കൊണ്ട് കള്ളം പറയരുത്. അർഹമുറാഹിമീനായ റബ്ബ് തന്ന വേദങ്ങൾക്ക് മുഴുവനും അല്ലാഹുവിനോട് നന്ദി ചെയ്ത് ജീവിക്കുന്നവരാകണം. അർഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കണം. റസൂലുള്ളാഹിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ
അല്ലാഹുവിന്റെ കൽപ്പന എത്തിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ ധിക്കരിച്ച് ജീവിക്കാനും മനുഷ്യന് സാധ്യമല്ല. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കും. ഇതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാം അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് സലാത്തും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യമുള്ളവൻ ഈമാനിന്റെ മധുരമെത്തിക്കുന്നതാണ്. ഈമാനിന്റെ ഒരു മധുരമുണ്ട്, ഈമാനിന്റെ ഒരു മധുരമുണ്ട്. ആ മധുരം എത്തിക്കുന്നവരുണ്ട്. അതെത്തിക്കുന്നവരാരാണ്? 3 കാര്യമുള്ളവരാണ്. ഒന്നാമത്തത് എന്താണ്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആയിരിക്കണം. അല്ലാഹുവിനെയും റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു എന്തിനു വേണ്ടി? ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നു. പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, ജോലിക്ക് വേണ്ടിയല്ല, അംഗീകാരത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, പിന്നെയോ പടച്ചവന് വേണ്ടി സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്നവൻ ഈമാനിന്റെ മധുരമെത്തിക്കുന്നവനാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ലഫ ഫിന്നാർ. തീയിൽ എറിയപ്പെടുന്നതിന് എത്രത്തോളം വെറുപ്പുണ്ടോ അതുപോലെ ഈമാൻ തെറ്റിപ്പോകുന്നതിനെ വെറുക്കുന്നു. അതുള്ളവനാണ് ഈമാനിന്റെ മധുരമെത്തിക്കുന്നവൻ. തീയിലെറിയപ്പെടുന്നതിന് എത്രത്തോളം വെറുപ്പുണ്ടോ അതുപോലെ ഈമാൻ തെറ്റിപ്പോകുന്നതിനെ വെറുക്കുന്നു. ഈമാനിന്റെ മധുരമുള്ളവർ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈമാനുള്ള നാം അല്ലാഹുവിനെ പ്രിയം വെക്കുന്നവരാകണം. അള്ളാഹിനെ പ്രിയം വെക്കുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തൂ, അള്ളാഹ് വിരോധിച്ചത് കൈയൊഴിക്കൂ. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അത് വരും. അതിലെടുക്കും സംശയം ചോദിച്ചതാണ്, കുറ്റ്യാടിയിലേക്ക് വരിസംഖ്യ കൊടുത്താൽ പൈസ എത്തിക്കാൻ കുടുങ്ങി പോകില്ല, ആർക്കും പിരിവെടുക്കാൻ വരുമെന്ന്. അതിനായിട്ട് ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അയാൾ മംഗലാപുരം ഭാഗത്ത് കർണാടകക്കാരനാണ്. സിറാജിൽ നിന്ന് പഠിച്ച മുത്താലിമാണ്. ഇപ്പോ ബിരുദെടുത്തിട്ട് വേറെ ജോലി ചെയ്യുന്ന ആളാണ്. എന്റെ കൂടെ വന്നിട്ടുണ്ട്. അയാൾ നിങ്ങൾക്ക് പരിചയപ്പെടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അബ്ദുൽ അസീസ് സഖാഫി എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുത്ത് വന്ന് പിരിവ് എടുത്തുകൊള്ളും. നിങ്ങൾ ഇപ്പൊ പേര് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അവനെ സ്നേഹിക്കുക, റബ്ബിനെ സ്നേഹിക്കുക, അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ആരെ സ്നേഹിക്കുമ്പോഴും അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക. നമുക്കെല്ലാം തന്ന റബ്ബിന് വേണ്ടി സ്നേഹിക്കുക. നമുക്കെല്ലാം തന്ന റബ്ബിന് വേണ്ടി വെറുക്കുക. ഇതാണ് അഫ്ളലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഏറ്റവും ബഹുമാനമുള്ള അമൽ എന്താണ്? അത് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി വെറുക്കുക. വെറുപ്പിന്റെ മാനദണ്ഡം അല്ലാഹു, സ്നേഹത്തിന്റെ മാനദണ്ഡവും അല്ലാഹു. അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവം. ഈ സ്വഭാവം ജീവിതത്തിൽ പകർത്താൻ നമ്മളും പരമാവധി പരിശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ അല്ലാഹ് കൽപ്പിച്ചത് ഒഴിക്കാൻ കഴിയില്ല, അല്ലാഹ് വിരോധിച്ചത് എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാൾ ജീവിക്കാൻ ഒരുങ്ങിയാൽ അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുന്നു.
അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയേ പറയൂ, നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ, രാജാവായ റബ്ബിനെ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ, അവൻ തന്നതല്ലേ നിങ്ങളെ കയ്യിലുള്ളൂ, അവനല്ലേ നിങ്ങളെ പഠിച്ചിട്ടുള്ളൂ, അവനല്ലേ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അവനല്ലേ ഇനി തരാൻ പോകുന്നുള്ളൂ. ദുനിയാവ് തരുന്നതും അവൻ തന്നെയല്ലയോ, ആഖിറം തരേണ്ടതും അവൻ തന്നെയല്ലയോ. ആ റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, മുഹമ്മദ് നബിയാകുന്ന എന്നെ പിന്തുടർന്ന് ജീവിക്കണേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ സ്നേഹിച്ച് ജീവിച്ചാൽ, പിന്തുടർന്ന് ജീവിച്ചാൽ, യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അല്ലാഹു സ്നേഹിക്കും. അല്ലാഹു ഒരാളെ സ്നേഹിച്ചാലോ അയാൾക്ക് നടക്കാത്ത കാര്യമില്ല. അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ അദ്ദേഹത്തിന് നടക്കാത്ത കാര്യമില്ല. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നിർത്തട്ടെ. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹാ? മഹദിയായ ബീവി റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട മഹദി രാത്രി സമയത്ത് ഇശാ നിസ്കരിച്ച് ഒരല്പമൊന്ന് കണ്ണു ചിമ്മി കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട തഹജ്ജുദ് നിസ്കാരമാണ്. നിസ്കരിച്ച് സുബഹി വരെ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നിസ്കരിച്ചു. ഫർള് മാത്രമല്ല, റവാത്തിബ് സുന്നത്ത് മാത്രമല്ല, നീണ്ട തഹജ്ജുദ് നിസ്കാരമാണ്. ഇത് റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ പെണ്ണാണ്. റൂമിന്റെ ഉള്ളിൽ നിന്ന് നീണ്ട തഹജ്ജുദാണ്. അല്ലാഹുവിനെ സ്നേഹിച്ച മഹാന്മാർ, അല്ലാഹുവിനെ സ്നേഹിച്ച മഹദികൾ പടച്ച റബ്ബിന് ജീവിതം സമർപ്പിക്കുന്നു. നീണ്ട നിസ്കാരം നിർവഹിച്ച റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹാ അതാ സുബ്ഹി ആയപ്പോൾ വളരെ പെട്ടെന്ന് സുബ്ഹി നിസ്കരിച്ചു. സുബ്ഹി നിസ്കരിച്ച സദസ്സിൽ വല്ലാതെ ക്ഷീണം തോന്നി. നേരം വെളുത്തിട്ടില്ല, ഇരുട്ട് മാറിയിട്ടില്ല, സുബ്ഹി ആയിട്ടേ ഉള്ളൂ. വളരെ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. സുബ്ഹി നിസ്കരിച്ച ക്ഷീണം കൊണ്ട് നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ വീണ് ഉറങ്ങിപ്പോയി. റാബിയത്തുൽ അദവി ഉറങ്ങുകയാണ്. ഒരു കള്ളൻ അതിന്റെ സമീപത്തൂടെ നടന്നു പോകുന്നു. കള്ളൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു റൂമിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നത് കാണുന്നു. റൂമിന്റെ ഉള്ളിൽ നല്ല വില പിടിച്ച സാധനങ്ങൾ പലതുമുണ്ട്. കള്ളൻ മെല്ലെ റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്നു. വസ്തുക്കളെല്ലാം എടുത്ത് കെട്ടാക്കുന്നു. അതെല്ലാം കട്ടുകൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റാബിയത്തുൽ അദവി ഉറക്കിലാണ്. റൂമിന്റെ ഉള്ളിൽ വെച്ച് ഇറങ്ങാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ഇങ്ങോട്ട് കയറി വന്ന വാതിലുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായി അടഞ്ഞുപോയി. ഇറങ്ങിപ്പോകാനുള്ള വകുപ്പില്ല. എലിപ്പട്ടിയിൽ കുടുങ്ങിയ എലിയെപ്പോലെ കള്ളനി റൂമിന്റെ ഉള്ളിൽ വെച്ച് വിറക്കുകയാണ്. ഈ പെണ്ണ് ഉറക്കു തെളിഞ്ഞാൽ, നിലവിളിച്ചാൽ, ആള് വന്നാൽ എന്റെ കഥ എന്താണ്? ഈ കള്ളൻ ഇതിന്റെ ഉള്ളിൽ വെച്ച് വിറക്കുകയാണ്. അപ്പോഴാണ് റൂമിന്റെ ഒരു മൂലയിൽ വെച്ച് ശബ്ദം കേൾക്കുന്നു. എടാ, സാധനങ്ങളൊക്കെ കട്ടുപോകാനുള്ള ഏർപ്പാടാണല്ലേ. എന്നാ നീ അറിയോ, അല്ലാഹുവിനെ പ്രിയം വെച്ച മഹദി രാത്രി ഉറക്കമൊഴിച്ച് തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പേരിൽ ഉറങ്ങിപ്പോയി അല്ലേ? എന്നാൽ ആ മഹദി ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ഫസുൽത്താനു യഖ്ളാൻ, കാവല് കൊടുക്കുന്ന രാജാവില്ലേ, സംരക്ഷിക്കുന്ന രാജാവില്ലേ, കൊടുക്കുന്ന രാജാവില്ലേ, രാജാവ് ഉറങ്ങുന്നില്ല കേട്ടോ.
ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവായ റബ്ബിന് ഉറക്കമുണ്ടോ? രാജാവ് ഉറങ്ങുന്നില്ല, അവനെ പ്രിയം വെച്ച പെണ്ണ് ഉറങ്ങിപ്പോയി. നീ മനസ്സിലാക്കിയത് കട്ടെടുത്ത് പോകാമെന്നാണോ? എടുത്ത സാധനങ്ങളൊക്കെ എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചോ, എന്നിട്ട് ഇറങ്ങിപ്പോയിക്കോ. രാജാവ് ഉറങ്ങുന്നില്ല കേട്ടോ. വിളി കേട്ടപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ തലസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അതാ വാതിൽ ഓട്ടോമാറ്റിക്കായി തുറന്നു വെച്ചിരിക്കുന്നു. അല്ലാഹുവിന്റേതാണ് സംരക്ഷണം. അല്ലാഹുവാണ് കൊടുക്കുന്നവൻ, അവനാണ് തടയുന്നവൻ. ആ ബോധം നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് എവിടെ ചെന്നാലും അല്ലാഹു തആല കൽപ്പിച്ചതെടുക്കണം, അല്ല വിരോധിച്ചത് കൈയൊഴിക്കണം, അല്ല ഹറാമാക്കിയത് കൈയൊഴിക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം മക്ബറുകളുണ്ട്. മക്ബറിൽ പോകുന്നത് നല്ലതാ, ഖബറിലുള്ള ആളെ വിളിക്കുന്നത് നല്ലതാ, സലാം ചെല്ലുന്നതും നല്ലതാ, അവർക്ക് വേണ്ടി ദ്വാരക്കുന്നതും നല്ലതാ, നമുക്ക് വേണ്ടി ഖബറിൽ നിന്ന് ദ്വാരക്കുന്നതും നല്ലതാ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. സമയം കിട്ടിയെങ്കിൽ നാളെ മറ്റന്നാളെ ഞാൻ പറയാം. പക്ഷെ ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല. ചില ആളുകളുണ്ട്, വേറെ നമ്മളെ കേരളം വിട്ടാൽ പല സ്ഥലത്തും ഖബറിന് പോയി സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ടാവും. കണ്ടിട്ട് നമ്മൾ മലയാളികളും തുടങ്ങണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കടുത്ത തെറ്റാണ്, പാടില്ല. അതുപോലെ ഖബറിൽ തന്നെ മയിൽപീലി വെച്ചിട്ട് അതുകൊണ്ട് ബർക്കത്തെടുക്കുന്ന ആളുണ്ട്. സംഗതി നജസാണ് സാധനം, അത് ബർക്കത്തെടുക്കാനുള്ളതല്ല. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെടരുത്. അതുപോലെ തെറ്റായ ഒന്നിനും നമ്മൾ കൂട്ടുകരുത്. അള്ളാഹനെ സ്നേഹിച്ച് ജീവിക്കണം. ഒരു വലിയും ഒരു നബിയും ഒരു മലക്കും ഒരു ജിന്നും ഒരു മനുഷ്യനും ഒരാളും അള്ളാഹു ഖദറാക്കിയതിനപ്പുറം നമുക്കൊന്നും ചെയ്തു തരാനുണ്ടാവുകയില്ല. അള്ളാഹു അമ്പിയാക്കൾക്ക് മൊയ്ജിത്ത് കൊടുത്തിട്ടുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിഷേധിക്കാനും പോകണ്ട, അത് നിഷേധിക്കാനും പോകണ്ട. അള്ളാഹു കൊടുത്ത പവർ ചോദ്യം ചെയ്യണ്ട. അതേസമയത്ത് അള്ളാഹു അനുവദിക്കാത്തതൊന്നും നാം ചെയ്യാനും പാടില്ല. എവിടെയും ശ്രദ്ധിക്കണം. നമ്മളിപ്പോ വളരെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി, വളരെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി അള്ളാഹ് അനുവദിക്കാത്ത കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തുകൂടാ. അള്ളാഹു തആല അനുവദിച്ച മാർഗത്തിലൂടെ മാത്രമേ ഏത് കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. വസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നടന്നോളണം. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്, പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അത് വിട്ടുപോയിക്കൂടാ. ധാരാളം കള്ളത്തുരീക്കത്തുകാരും കള്ളശീഖന്മാരുള്ള കാലമാണ്. ഓരോ പഞ്ചായത്തിലും 3 ശൈഖന്മാരായിപ്പോ. അപ്പൊ വളരെ ശ്രദ്ധിച്ചോളണം. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം, ഇസ്ലാമിക നിയമം അത് പാലിച്ചുകൊണ്ട് ജീവിക്കണം. അതില്ലാതെ ഒരു ശൈഖും ഒരു തരീഖത്തും ഇല്ല. അല്ലാഹുവിന്റെ ദീൻ ദീനായി മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ ദീൻ ദീനമായി മുറുകെ പിടിക്കണം. അന്യപെണ്ണുകളെ തുറന്ന ശൈഖന്മാരുണ്ട്, അത് ശൈഖന്മാരല്ല, അത് യഥാർത്ഥത്തിൽ കടുത്ത തെറ്റ് ചെയ്യുന്ന ആളുകളാ. അല്ലാഹുവിന്റെ ശരീഅത്തിൽ അന്യപെണ്ണിനെ തൊടാൻ പാടില്ല. ഒരു അന്യപെണ്ണ് അന്യപുരുഷനെ തൊടാനും പാടില്ല. ഇതുപോലെ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട്. അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ആശയമാണ്. നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം ആവൂല, ശൈഖാല് പിന്നല്ലേ മുസ്ലിം പിന്നിങ് ആവൂല. നിസ്കരിക്കണ്ട എന്ന് പറയാൻ വകുപ്പില്ല, ഒരാൾക്കുമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹു ലദീ തങ്ങൾ പറഞ്ഞത്, ശരീഅത്തില്ലാത്ത തരീഖത്ത് ഹഖീഖത്ത് അത് സൻദഖത്തുൻ വകുഫർ, അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കുഫറാണ് എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹു ലദീ തങ്ങൾ അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെട്ട്, അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് നാം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് അള്ളാഹു തആല സ്ഥാനം കൊടുക്കുന്നത്, അള്ളാഹു തആല ബഹുമാനം കൊടുക്കുന്നത്. അവർ മറ്റുള്ളവരെ പോലെയല്ല, അവർ മറ്റുള്ളവർ ഒരുപോലെയാണ് എന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹു തആല ബഹുമാനം കൊടുത്തവർ, അവർക്ക് ദുആക്ക് ഉത്തരം കിട്ടും, അവർക്ക് ദുആക്ക് ഉത്തരം കിട്ടും. അതുപോലെ മറ്റുള്ളവർ ദുആ കിട്ടിക്കൊള്ളണം എന്നില്ല. കൊടുക്കുന്നവർ അതാണെന്ന് കൊണ്ട് കാര്യമില്ല. അള്ളാഹു തആല ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഏത് കള്ളുഷാപ്പിൽ ഇരുന്നിട്ട് ഏത് തമ്മാടി എപ്പോ എന്ത് കാരണാലും അള്ളാഹു കൊടുക്കുന്നല്ല. മറിച്ച് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ റബ്ബ് തന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ആർക്കാണല്ലോ ഉത്തരം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാർക്കാണ്? അതാണ് വല്ലദീ ഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. തെറ്റ് ചെയ്തു പോയ അടിമകൾ നിരാശരാകാതെ പടച്ച റബ്ബിനോട് ഖേദിച്ചു മടങ്ങണം.
അങ്ങനെ ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിച്ച ഉടനെ ഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അല്ലാഹു അറിയുമെന്ന മുന്നറിയിപ്പ് നൽകിയ ഉടനെ അല്ലാഹു പറയുന്നു, അല്ലാഹു ആരാണെന്നറിയോ? വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്. റബ്ബേ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഉത്തരം ചെയ്യുന്ന മജ്ലിസാക്കി സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഞാനൊരു ചെറിയ ചരിത്രം നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി, ദുആക്ക് ഉത്തരം കിട്ടിയ ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഇന്ന് നിർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ നമുക്ക് പറയാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പക്ഷെ അത് ഇവിടെ അല്ല കേട്ടോ. നാളെ എവിടെയൊരു പരിപാടി? ഗോരിപ്പാളയം ഷാഫി മസ്ജിദിന്റെ അടുക്കൽ. ഗോരിപ്പാളയം ഷാഫി മസ്ജിദിന്റെ അടുക്കൽ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം ഞാൻ അവിടുന്ന് പറയാം. മറ്റന്നാള് തിലക് നഗർ, അവിടെ എന്തുവല്ല ഷാഫി മസ്ജിദിന്റെ അടുക്കൽ. ആയിക്കോട്ടെ, ഷാഫി മസ്ജിദ് ഹാഫി മസ്ജിദ് എന്താണ് അങ്ങനെ? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മറ്റന്നാളോ പറയാം. എന്താണ് ഈ മദ്ഹബും തഖ്ലീദും എന്ന വിഷയം കേസറ്റ് കിട്ടുമോ? വിശദമായി പ്രസംഗിച്ചാണ്. കുറച്ച് സാമ്പിൾ ഇൻഷാ അല്ലാഹ്. 2 മദ്ഹബുള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് ഞാൻ നാളെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല മദ്ഹബിന്റെ അയിമ്മത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ളവരാണ്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഔലിയാക്കളെ നേതാക്കന്മാരാണ്. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമിനെ ഏറ്റിത്തരുമാറാകട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, മുന്നിന്ന് കുറച്ച് കസേരം കണ്ടെടുത്ത് തന്നെ ബൈക്കിലൊരു എടുത്തോട്ട് പോയാൽ നമുക്ക് വിക്രും സാറിന് ദ്വാരക്കണം. നമുക്ക് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദ്വാ കിതാബത്തുൽ മജ്ലിസായി സ്വീകരിക്കട്ടെ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കഅബത്തിന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് കഅബത്തിന്റെ സമീപത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു കരഞ്ഞുകൊണ്ടുള്ള ശബ്ദം. കരഞ്ഞുകൊണ്ടൊരാൾ ഇങ്ങനെ ചൊല്ലുകയാണ്. എന്താ ചൊല്ലുന്നത്? يا من يجيب دعاء المضطر في الظلم يا كاشف الضر والبلوى مع السقم قد نام وفدك حول البيت وانتبهوا وعين جودك يا قيوم لم تنمي. പ്രയാസമുള്ള ആളുകളുടെ ദുആക്ക് ഉത്തരം കൊടുക്കുന്ന റബ്ബേ, കുറച്ച് പിന്നോട്ട് നോടി, കുറച്ച് പിന്നോട്ട്. ഏത് രോഗമുണ്ടെങ്കിലും മാറ്റിത്തരുന്ന റബ്ബേ, ഏത് മുസീബത്തുകളും നീക്കുന്ന റബ്ബേ, നിന്റെ കഅബത്തിന്റെ സമീപത്ത് വന്ന പലരും ഉറങ്ങിപ്പോയി. നീ ഉറക്കമില്ലാത്തവനല്ലേ? പാതിരക്കൊരാള് പടച്ചറപ്പിനെ വിളിച്ചിങ്ങനെ പറയാണ്. പിന്നെയും പറയാണ്, ഹബിലി ബിജൂദിക ഫളലൽ അഫ്വി അൻസലലി യാ മൻ ഇലൈഹി റജാഉൽ ഖൽഖി ഫിൽ ഹറമി. എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഒന്ന് മാപ്പ് ചെയ്തിട്ട് എന്നെ ഒന്ന് നന്നാക്കി തരണം റബ്ബേ. ഇൻകാന അഫ്വുക ലാ യജൂദു ഖതഈ ഫമൻ യജൂദു അലൽ അസീന ബിന്നിയമീ. റബ്ബേ, തെറ്റ് ചെയ്തു പോയ അടിമകൾക്ക് റബ്ബാകുന്ന നീ മാപ്പ് കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരോട് മാപ്പ് പറയാനാണ് റബ്ബേ? ഈ സാധുവായ എന്റെ മജ്ലിസിൽ വന്ന ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ചോദിക്കട്ടെ നിങ്ങളോട്, ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ധൈര്യത്തോടെ പറയാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധ്യമാണോ? ഈ പ്രസംഗിക്കുന്ന പാവപ്പെട്ട എനിക്ക് സാധ്യമാണോ? ഇവിടെ വരുന്ന സമയത്ത് ഞാൻ എന്റെ സ്നേഹിതന്മാരോട് ചോദിച്ച് എന്തിനെ
കുറിച്ചാ വേദ പറയേണ്ടത്. എന്നോട് പറഞ്ഞു നല്ല ഒരു വേദ പറയണം, അതേ ആത്മസംസ്കരണമുള്ള വേദ പറയണം. പക്ഷേ ഞാൻ പറയട്ടെ, അതിന് പാവപ്പെട്ട എനിക്ക് അർഹതയുണ്ടോ, എനിക്ക് യോഗ്യതയുണ്ടോ? എവിടെയെങ്ങാനും നജസ് പുരണ്ടാൽ അത് കഴുകി വൃത്തിയാക്കണമെങ്കിൽ തൊഹൂറായ വെള്ളം വേണ്ടേ? ഇളത്തിരി വെള്ളം കൊണ്ട് കഴുകാൻ പറ്റുമോ? കഞ്ഞിവെള്ളം കൊണ്ട് കഴുകാൻ പറ്റുമോ? സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ സാധിക്കുന്നതുമായ വെള്ളം കൊണ്ടല്ലേ കഴുകിയാൽ വൃത്തിയാവുകയുള്ളൂ. സഹോദരന്മാരെ, സ്വന്തം തന്നെ ശുദ്ധീകരണം നേടാൻ കഴിയാത്ത ഈ പാവപ്പെട്ട അടിമ ഈ വലിയ പട്ടണത്തിൽ വന്ന് അല്ലാഹുവിന്റെ വജീഹിനെ കരുതി ഇൽമിന്റെ മജ്ലിസിൽ വന്ന മുഅ്മിനീങ്ങളായ നിങ്ങളോട് അതേ അധ്വാനിക്കുന്നതിനിടയിൽ ക്ഷീണം വകവെക്കാതെ ഇൽമിന്റെ മജ്ലിസാണെന്ന് മനസ്സിലാക്കി ആഖിറത്ത് രക്ഷപ്പെടുത്തണമെന്ന നിലയ്ക്ക് മജ്ലിസിൽ വന്ന നിങ്ങളോട് വഅദ് പറയാൻ പാവപ്പെട്ട എനിക്ക് അർഹതയുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ ബിൽ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്റൻ ലിഖൂമി അബർതുകൽ ഖൈറ ലാ കിമതബർതു ബിഹി ഫമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖീബി. പേരോട് അബ്ദുറഹ്മാനെ പോലെയുള്ള ഒരു വായാടിയല്ല, അല്ലാഹുവിന്റെ റസൂലിനെ ഇസ്ക് വെച്ച് ജീവിച്ച മഹാൻ. ആ ഇസ്കിന്റെ കാഠിന്യം കൊണ്ട് റസൂലുള്ളാഹിനെ പാടിയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് ധാരാളം പുകഴ്ത്തി പാടിയ മഹാൻ. സുന്നത്ത് നിസ്കാരത്തിന് ഫർദിന്റെ കൂലി കിട്ടാൻ വേണ്ടി സുന്നത്തായ കാര്യങ്ങൾ നേർച്ചയാക്കിയിട്ട് നിർബന്ധമാക്കി ചെയ്യാറുള്ള മഹാൻ. സൂഫിയാക്കൾക്ക് നേതാവായ മഹാൻ ഇമാം ബൂസിരി തങ്ങള് അവിടുന്ന് വിനയത്തോടെ പറഞ്ഞില്ലേ, മറ്റൊരാളെ ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രകൃതിക്കാരനായില്ലല്ലോ. മഹാന്മാരായ ആരിഫീകളും ഔലിയാക്കളും ഒക്കെ അവരെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ അത്രയും ഭയപ്പെട്ടുകൊണ്ടാറുള്ളതെങ്കിൽ ഈ പ്രസംഗിക്കുന്ന എനിക്ക് പ്രസംഗിക്കാൻ എന്ത് യോഗ്യതയാണ്, എന്ത് അർഹതയാണ്? അല്ലാഹു നിങ്ങളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു നല്ല വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ ബറക്കത്ത് കൊണ്ട് പാവപ്പെട്ട എന്നെയും നന്നാക്കി തരട്ടെ, നമ്മളെല്ലാവരെയും അല്ലാഹു നന്നാക്കി തരട്ടെ. ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടായിട്ട് വേന്ന് പറയാൻ വേണ്ടി വന്നതല്ല. പക്ഷേ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ, എപ്പോഴും ഒരു വിത്ത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വിതക്കുമ്പോൾ ആ വിത്ത് വിതക്കുന്ന മനുഷ്യന്റെ ഭംഗി അതനുസരിച്ചല്ലോ, വിത്തിന്റെ ഗുണമനുസരിച്ചാണ്. അതുപോലെ മണ്ണിന്റെ ഗുണമനുസരിച്ചാണ്. ആ സഹോദരന്മാരെ, തെറ്റുപെടുന്ന രണ്ട് തുള്ളികൾ, ഒന്ന് അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വന്ന അബൂജഹൽ ശൈബത്തിനെ പോലുള്ളവരുണ്ടല്ലോ, അവരോട് നേരിട്ട് കൊണ്ട് ബദർ യുദ്ധം നടത്തിയ ബദരീങ്ങളില്ലേ, അവരുടെ ശരീരത്തിൽ നുറ്റി വീണ രക്തത്തിന്റെ തുള്ളിയില്ലേ, അത് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന തുള്ളികൾ തന്നെ. മറ്റൊന്നല്ല ഏറ്റവും ഇഷ്ടപ്പെടുന്ന തുള്ളി പടച്ച റബ്ബിന്റെ അധികാരത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവന്റെ പാവപ്പെട്ട അടിമയായ മനുഷ്യത്തിന്റെയും അവിടുത്തെ തൊണ്ടയുടെയും ഗദ്ഗതത്താൽ അതേ ചീനിച്ചട്ടിയിൽ മീനിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ഇട്ടിട്ടോ ചൂടുള്ള തിളക്കുന്ന എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്ത് വറുക്കുന്ന സമയത്തുള്ള ശബ്ദ ചരിത്രം. ആ ചെറുപ്പക്കാരൻ പറയുന്നു, അലി ഇബ്നു അബീ താലിബ്, ഞാൻ നല്ല ആരോഗ്യമുള്ളവനായിരുന്നു, കേശ് കയ്യിലുണ്ടായിരുന്നു, ബാപ്പ എനിക്ക് മാപ്പ് തന്നു, എന്റെ കയ്യും കാലും ശരിയായില്ലല്ലോ. ഞാൻ ബാപ്പയോട് പറഞ്ഞു, ബാപ്പ ഒന്ന് കഅബത്തിൽ ഒന്നുകൂടി. പക്ഷേ ബാപ്പക്ക് കഅബത്തിൽ ചെന്ന് ദുആ ചെയ്യാൻ അവസരം കിട്ടിയില്ല. അലി ഇബ്നു അബീ താലിബ് തങ്ങളതാ നീങ്ങുന്നു. അലി ഇബ്നു അബീ താലിബ് നോക്കുന്നത് ബാപ്പന്റെ പൊരുത്തക്കേടുണ്ടെങ്കിൽ പിന്നെ ഇയാളെ കാര്യത്തിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. ബാപ്പന്റെ പൊരുത്തം ഉമ്മന്റെ പൊരുത്തം വാങ്ങണം, ആലിബീങ്ങളെ പൊരുത്തം വേണം, റസൂലുള്ളാഹിന്റെ കുടുംബക്കാരായ തങ്ങന്മാരെ പൊരുത്തം വേണം, ചെറുപ്പക്കാരെ വയസ്സുള്ള എല്ലാവരെ പൊരുത്തവും വേണം, കുടുംബങ്ങളെ പൊരുത്തം വേണം, പെങ്ങന്മാരെ പൊരുത്തം വേണം,
ഉമ്മമാരെ പൊരുത്തം വേണം, ജ്യേഷ്ഠന്മാരെ പൊരുത്തം വേണം, അമ്മാമന്മാരെ പൊരുത്തം വേണം, മെളാപ്പ മൂത്താപ്പന്റെ പൊരുത്തം വേണം, പ്രായമുള്ളവരുടെ ഒക്കെ പൊരുത്തം വേണം. നമ്മെക്കാൾ എന്ത് ഫലം കൂടുതലുണ്ടോ അവരുടെ ഒക്കെ പൊരുത്തം വാങ്ങണം. അത് വലിയ വിജയമാണ്. ദുന്യാവിലെ വിജയത്തിനും അത് കാരണമാണ്, ആഖിറത്തിലെ വിജയത്തിനും കാരണമാണ്. പൊരുത്തക്കേടുണ്ടെങ്കിൽ ഞാൻ ഇടപെടുന്നില്ലെന്നത് കൊണ്ടാകാം. അലി ഇബ്നു അബീ ത്വാലിബിന്റെ ചോദ്യം, ബാപ്പ പൊരുത്തപ്പെട്ടത് ശരിയാണോ? ശരിയാണെന്ന് പറഞ്ഞപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളപ്പുറം നീങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. മുസ്ലിമേ, കൊടുക്കുന്ന രാജാവ് റബ്ബല്ലയോ? ആ റബ്ബിൽ നിന്ന് എന്തും കിട്ടാനുള്ള വഴിയാണ് നിസ്കാരം കേട്ടോ. റബ്ബുമായുള്ള സംഭാഷണമാണത്. ഔലിയാക്കൾക്ക് അത്ര സ്നേഹമുള്ള മറ്റൊരു സംഗതിയില്ല. അതാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നീണ്ട നിസ്കാരം നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ കൈ ഉയർത്തിയിട്ടൊരൊറ്റ ദുആ കഴിഞ്ഞ ഉടനെ വന്നിട്ട് ഈ കയ്യും കാലും കുഴഞ്ഞു കിടക്കുന്ന, തളർന്നു കിടക്കുന്ന ചെറുപ്പക്കാരനെ വിളിക്കുന്നു. യാ മുബാറക്ക്, യാ മുബാറക്ക്, അനുഗ്രഹീതനായ ചെറുപ്പക്കാര, എഴുന്നേറ്റോ, വദ്ഹബ് നടന്നോ. അലി ഇബ്നു അബീ ത്വാലിബ് എഴുന്നേറ്റ് നടക്കൂ എന്ന് പറയുമ്പോ അതാ ചെറുപ്പക്കാരൻ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് നടക്കുന്നു. എന്നൂടെ ഏകല്ലൂടെയവൻ തന്റേകൽ ആകൂന്ന് ഞാൻ ചൊൽകില്ലാകുമെന്നോവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞില്ലേ, ഞാനൊരു കാര്യമാകണമെന്ന് പറഞ്ഞാലാകും. ഞാനും അള്ളയും തമ്മിപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ. ആ ഗൗസുൽ ആദം തങ്ങളെ ഉപ്പാപ്പയല്ലേ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുമ്പോ എഴുന്നേറ്റതാ നടക്കുന്നു. ഈ ചെറുപ്പക്കാരൻ എത്ര കാലമായി ദുആ ചെയ്യുന്നു? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഒരൊറ്റ ദുആ ചെയ്യുമ്പോഴേക്ക് ഉത്തരം കിട്ടിപ്പോയി. എല്ലാവരുടെ ദുആയും ഒരുപോലെയല്ല, എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കണ്ടുകൂടാ. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നു. റബ്ബേ, മഹാന്മാരുടെ ബഹുമാനം പറഞ്ഞതല്ലാതെ ഞങ്ങൾ മഹാന്മാരൊന്നുമായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടുചവറുകളായ ഞങ്ങൾക്കും രാജാവായ നീ തന്നെങ്കിലല്ലാതെ ഇല്ലല്ലോ റഹ്മാനേ. ഞങ്ങൾ ആരുടെ ബഹുമാനം പറഞ്ഞോ അവരുടെ മഹത്വം കൊണ്ട് നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം തരണം റഹ്മാനേ. ഞങ്ങളെ മജ്ലിസുകളും ഞങ്ങളെ സ്ഥാപനങ്ങളുമെല്ലാം നീ ദുആക്ക് ഉത്തരമുള്ളതാക്കണം റഹ്മാനേ. എപ്പോഴെങ്കിലും വരുമ്പോ ഞാൻ നിങ്ങളെ വിളിക്കും. സിറാജുൽ ഹുദയുടെ സ്ഥാപനം ദാറുൽ ഹുദ, അവിടെ വന്നാൽ കാണാം പള്ളിന്റെ മുമ്പിൽ ഒരു പറമ്പിന്റെ മേലെ ഒരു ചെറിയൊരു ഷോപ്പ് കാണാം. ഞാനവിടെ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ഒരു സ്ഥലം എടുത്തിരുന്നു. അതിലൊരു റാക്ക് ഷാപ്പ് ഉണ്ടായി. റാക്ക് ഷാപ്പ് അടക്കം വിലക്കെടുത്തതാണ്. അത് കള്ളുടിക്കാനല്ല, റാക്ക് വിൽക്കാനുമല്ല. ഇന്നത് എടുത്തത് അവിടെ പള്ളി ഉണ്ടാക്കാനാണ്. അങ്ങനെ സ്ഥലം വിട്ടു തന്നു, റാക്ക് ഷാപ്പും വിട്ടു തന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, ഒരു 5 മീറ്ററിന്റെ അടുക്ക് വേറൊരു ഷോപ്പ് ഉണ്ടാക്കിയിട്ട് റാക്ക് അവിടെ കൊണ്ടേ വിൽക്കാൻ തുടങ്ങി. ഞാനിവിടെ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ കൊണ്ടുവന്ന് തീർച്ചു തുടങ്ങി. 100ഓളം കുട്ടികളുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ മുള്ളാത്തങ്ങൾ അല്ലാഹുവിന്റെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കും. തങ്ങൾ വന്ന് തുടങ്ങി തന്നതാണ്. സഹീഹുൽ ബുഖാരി രാവിലെ ദർസെടുത്തിട്ട് പൊന്മള ഉസ്താദ് ഇറങ്ങുമ്പോ മുന്നിൽ തന്നെ റാക്ക് ഷാപ്പിൽ നിന്ന് റാക്കും കുടിച്ച് ഇറങ്ങുന്ന ആൾക്കാർ ലാമൽ ഫേജി പോലെ നടക്കുന്ന മനുഷ്യന്മാര് അതാ ഇറങ്ങിയിരുന്നു. പിന്നെന്ത് ചെയ്യൂ, അപ്പൊ കുട്ടികളോട് ഞാൻ പറഞ്ഞു ഇതിന് പണിയുണ്ട്. എന്താ പണി? ബദരീകളുടെ പേരിൽ ഫാത്തിഹ ഓതുക, സ്വലാത്തില്ലത് വരക്കാം. അള്ളല്ലേ ഈ റാക്ക് ഷാപ്പ് നീക്കി തരേണ്ടത്, അള്ളല്ലേ തരുന്നത്. അൽഹംദുലില്ലാ അത് വരുന്നു. വേറിട്ട് അള്ള ഉത്തരം തന്നെങ്ങനെ അറിഞ്ഞോളൂ. അന്ന് ഇവിടെ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ കരുണാകരനെ അള്ളാഹുത്തല ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആന്റണിയെ കൊണ്ടുവന്നു. ഞാൻ 2 ആളുമല്ലോ. അങ്ങനെ ആന്റണിയെ കൊണ്ടുവന്നു. ആന്റണി വന്ന് മുഖ്യമന്ത്രിയായിട്ട് ആദ്യം തന്നെ പാസ്സാക്കുന്നത് എന്താണ്? ചാരായം വിൽക്കണ്ടാണ്, റാക്ക് വിൽക്കണ്ടാന്ന്. ഇവിടെ അത് അനുവദനീയാന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ എനിക്കറിയില്ല, ഇവിടുത്തെ അവസാനം എനിക്കറിയില്ല. അപ്പോ ചാരായം വിൽക്കണ്ടാന്ന് പാസ്സാക്കി. അൽഹംദുലില്ലാ
അള്ളാഹിനോട് ചോദിച്ച് നാദാകത്തേക്ക് മാത്രമേ തന്ന് കേരളം ഒട്ടാകിയാണ്. അപ്പൊ അള്ളേ തരുന്നത് ഞാൻ പറയും തരൂ, അള്ള ഉറപ്പിച്ച് ചോദിക്കണം, ഉറപ്പിച്ച് ചോദിക്കണം. അല്ലല്ലാതെ ആര് തരാനേ നമുക്ക്? ഉറപ്പിച്ച് ചോദിക്കണം അള്ളാഹുവിനോട്. അള്ളാഹു തരുമെന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ അള്ളാഹു തരും. അത് കൂടുതൽ ആളുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കൂവത്തുണ്ടാകും, ഈമാനുണ്ടാകും, അതിൽ തന്നെ നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ അവരാമീൻ പറയുമ്പോൾ അള്ളാഹു തരും. അള്ളാഹു ജല്ലാലുഹു സാധുക്കളായ നമ്മുടെ മജ്‌ലിസും ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കണം. നമ്മുടെ പള്ളീന്റെ മുകളിലെല്ലാം കൊണ്ട് കാണിച്ചു തന്നെ നമ്മുടെ പ്രസിഡന്റും മറ്റേതുപോലെ വേറെ ഇവിടുത്തെ ഭാരവാഹികൾപ്പെട്ട ഒരാൾ കാണിച്ചു. അപ്പൊ ഇങ്ങനെ കാണിച്ചു തന്നത് എന്തിനാണ്? ഞാൻ അൽഹംദുലില്ലാ 30 പള്ളി അള്ളാന്റെ ഓഫീസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ 5 ദിവസം ഞാൻ മുതലാക്കിയില്ലേ, കാരണം എനിക്കങ്ങനെ മുതലാക്കാനാവൂല, എന്റെ അടുത്ത് കേസില്ല. അതുകൊണ്ട് വേറൊരുത്തോട് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ പള്ളിന്റെ മേലെ ഒരു നിലം കൂടി എടുക്കണമെന്നല്ല, എടുക്കണ്ടേ? പിന്നെ ഞങ്ങൾ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കത്തില്ല പിന്നെ മനുഷ്യന്തിനാ? അവ നിസ്കരിക്കാൻ പള്ളി ഉണ്ടാക്കണം, അതിനെല്ലാവരും സഹായിക്കണം. ഇതിനെല്ലാം ഇപ്പൊ കുറെ ചെലവുണ്ടാവും, അതിലും സഹായിക്കണം. അവർ കുറഞ്ഞ എന്തെങ്കിലും ഒന്ന്, കുറച്ച് ഇഷ്ടിക, കുറച്ച് കമ്പി, കുറച്ച് മെറ്റൽ, ഇവിടെ എന്തെല്ലാം വീട് നിൽക്കാറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. കുറച്ച് മെറ്റൽ, കുറച്ച് പൂയി, കുറച്ച് സിമെന്റ്, അത് കുറച്ച് ആളുകൾ തുടക്കം കണ്ട് പറഞ്ഞാൽ പിന്നെ ബാക്കി ഇൻഷാ അല്ലാഹ് അള്ളാഹു അങ്ങ് പൂർത്തീകരിക്കും. അതിനാരാ ഒരു തുടക്കം പറയാ? 10 ചാക്ക് സിമെന്റ്. അൽഹംദുലില്ലാ, അള്ളാഹുവെ നിന്റെ വീട് നിർമ്മിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഇനി അങ്ങോട്ട് കൊടുക്കുന്നവർക്കും അയാൾക്കും ഞങ്ങൾക്കും ഒക്കെ നീ സ്വർഗത്തിൽ വീട് തരണം റഹ്മാനെ. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാന്റെ വജീഹിന് വേണ്ടി ആരെങ്കിലും അള്ളാഹ്ക്ക് വീടുണ്ടാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹ് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാ. അതുകൊണ്ട് അള്ളാഹ് തരണമെന്നുള്ള ഒരൊറ്റ നിയ്യത്ത്, വേറെ ഒരു നിയ്യത്തും വേണ്ട. അള്ളാഹ് നമുക്ക് ആഖിറവും തരണം, ദുനിയാവും തരണം. ആ ഒരൊറ്റ നിയ്യത്തിൽ അള്ളാഹു തന്ന കഴിവനുസരിച്ച് ഓരോരുത്തരും ഇതിൽ പങ്കെടുക്കണം. അവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدنا يا الرحمن. مسكين ما لا ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റി തരണം റഹ്മാനെ. അമ്മേ, ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലുകൾ, ഞങ്ങളുമായി നല്ല ബന്ധം പുലർത്തി ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളെ ഉമ്മവാപ്പമാര്, കുടുംബക്കാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സംഘടനകളോട് സഹകരിച്ചവർ, റബ്ബേ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കഴിവനുസരിച്ച് സംഭാവനകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല കാര്യത്തിനും തന്നവർ, അതിൽ അറബികളും അനറബികളുമായി ആരെല്ലാം എവിടെയെല്ലാം മരിച്ചു പോയവരുണ്ടോ അവരെല്ലാവരുടെ ഖബറിലും നീ എത്തിക്കണേ റഹ്മാനേ. അവരെല്ലാവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ സലാമത്താക്കണം റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ വലിയ പട്ടണത്തിൽ ഈ സമയത്തു തന്നെ നീ പൊരുത്തപ്പെടാത്ത പല സംഗതികളും പല സ്ഥലത്തും നടക്കുന്നുണ്ടാകും. അതേ സമയത്ത് ഇവിടെ നിന്റെ പള്ളിയുടെ പരിസരത്ത് നിന്റെ ദീനിന്റെ ഇൽമ് പറയാനും കേൾക്കാനും ഉദ്ദേശിച്ചു വന്നവരാണ് ഞങ്ങൾ. നിന്റെ ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി നിനക്ക് വേണ്ടി സദഖ വാഗ്ദത്തം ചെയ്തവരും കൊടുത്തവരുമാണ് ഞങ്ങൾ. റബ്ബേ, നല്ല കാര്യത്തിന് വേണ്ടി വന്ന സാധുക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ പഴയ കാലത്ത് മുൻകാലങ്ങളിൽ വന്നുപോയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾക്ക് മാപ്പ് തരുന്നത് കൊണ്ട് നിന്റെ അധികാരത്തിനൊരു കുറവും വരാനില്ലല്ലോ റഹ്മാനേ. ഞങ്ങളെ പിടിച്ച് ശിക്ഷിച്ചത് കൊണ്ട് നിന്റെ സ്ഥാനം വർദ്ധിക്കാൻ നിനക്ക് മുമ്പ് തന്നെ ഒരു സ്ഥാനം കുറവില്ലല്ലോ റഹ്മാനേ. ഞങ്ങളെ എന്ത് ചെയ്താലും നീ നീതിമാനാണ്, നീ അക്രമിയല്ല. നിന്റെ ഉടമസ്ഥതയിലുള്ള ശരീരമാണ്, നീ പടച്ചതാണ്, നിന്റേതാണ്, ഞങ്ങളുടേതല്ല. നിനക്ക് ഞങ്ങളെ എന്തും ചെയ്യാൻ അധികാരമുണ്ട് റഹ്മാനേ. ഞങ്ങൾക്കൊത്തിനും അധികാരമില്ല റഹ്മാനേ. പക്ഷേ അടിമകളായ ഞങ്ങൾ നീ അർഹമുർ റഹീമീനാണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. വലിയ കാരുണ്യം ചെയ്യുന്ന റബ്ബാണ് നീ. തെറ്റുകൾ പലതും ചെയ്തിട്ടും ഞങ്ങൾക്ക് നീ തന്ന അവയവങ്ങൾ നീ പിൻവലിച്ചില്ലല്ലോ. ഹറാമിലേക്ക് നോക്കിയിട്ടും ഞങ്ങളെ കണ്ണ് നീ കാഴ്ച പിൻവലിച്ചിട്ടില്ലല്ലോ.
നീ തെറ്റുകൾ പറഞ്ഞു പോയിട്ടും നാവിനെ കൊണ്ട് ഗീബത്തും നമീമത്തും കളവുമൊക്കെ പറഞ്ഞിട്ടും നീ സംസാരം നിർത്തിയിട്ടില്ലല്ലോ. നിനക്ക് അധികാരമുണ്ടായിട്ടും ശിക്ഷിക്കാതെ ഞങ്ങളെ പിന്നെയും പിന്നെയും നന്നാകാനും തൗബ ചെയ്യാനും അവസരം തരുന്ന റബ്ബല്ലേ നീ. റബ്ബേ, നിന്നിലേക്ക് ഞങ്ങളെ മനസ്സുകൊണ്ട് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസിൽ വന്ന സാധുക്കളായ മുഅ്മിനീകളായ ഞങ്ങളെല്ലാവരെയും നീ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് ഈമാനിന്റെ ബന്ധത്തിന്റെ പേരിലല്ല റഹ്മാനെ. ഞങ്ങളെല്ലാവരും ജേഷ്ഠാനുജന്മാരും മക്കളും സന്താനങ്ങളും പാപ്പമാരും ഉമ്മമാരും പോലെ ഞങ്ങൾ നിന്റെ ഹബീബായ നബിയുടെ സാധുക്കളായ ഉമ്മത്തുകളാണ് റഹ്മാനെ. ഞങ്ങൾ ഈ മജ്‌ലിസിൽ തിരിച്ചു പോകുമ്പോ എത്ര വലിയ തെറ്റ് ചെയ്തു പോയവരാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് ചെയ്യണേ റഹ്മാനെ, മാപ്പ് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ ശരീരവും ഞങ്ങളെ ആത്മാവും ഞങ്ങളെ മനസ്സും ഞങ്ങളെ എല്ലാ അവയവങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴുകി വൃത്തിയാക്കിയിട്ടല്ലാതെ ഞങ്ങളെ മജ്‌ലിസിൽ നിന്ന് തിരിച്ചയക്കരുതേ റഹ്മാനേ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിക്കണം റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് ഈമാനിന്റെ വെളിച്ചത്തോടെ മരിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്തിലെ 10,000 പല സ്ഥലങ്ങളിലുമുണ്ട്. നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്ത ലക്ഷങ്ങൾ പല പ്രദേശങ്ങളിലുമുണ്ട്. റബ്ബേ, അവരുടെയും ഞങ്ങളുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനേ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനേ. ഉള്ള ജോലികളിലും ബിസിനസ്സുകളിലും കൃഷിയിലും പഠനത്തിലും അധ്യാപനത്തിലും സർവ്വ വിഷയങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ, ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. മുസീബത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കുടുക്കുകളിൽ നിന്നുമൊക്കെ നീ സലാമത്താക്കണം റഹ്മാനേ. എല്ലാ കുടുക്കുകളിൽ നിന്നും സലാമത്താക്കണം റഹ്മാനേ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ. രോഗികൾക്ക് ശമനം നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സാലിഹീകളാക്കണം റഹ്മാനേ. പഠനങ്ങളിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും പഠനരംഗത്തും ബറക്കത്തും വിജയവും നൽകണം റഹ്മാനേ. റബ്ബേ, വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ എളുപ്പമാക്കണം റഹ്മാനേ. ഞങ്ങളുടെ നാടിനെയും കുടുംബങ്ങളെയും പറയിക്കാത്ത നിലക്ക് ഞങ്ങൾ പ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഖൈറായ ഇണകളെ എളുപ്പമാക്കണം റഹ്മാനേ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാൻ കഴിവുള്ള രാജാവായ നീ ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണം റഹ്മാനേ. എല്ലാ ഷർറുകളും തട്ടിത്തിരിക്കണം റഹ്മാനേ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നല്ലവരായ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണം റഹ്മാനേ. റബ്ബേ, ഇവിടെയുള്ളതെല്ലാം നശിച്ചു പോകുമെന്നും നീ തന്നെയാണ് ബാക്കിയാകുന്നവനെന്നും നിന്നെയാണ് സ്നേഹിക്കേണ്ടതെന്നുമൊക്കെ ഞങ്ങൾ ഈ മജ്‌ലിസിൽ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണ്ട റഹ്മാനേ. എല്ലാം തന്ന രാജാവായ നിന്നെ കാണാൻ ഈമാനോടെ മരിച്ച് ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം കാണാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. റബ്ബേ, ആയിരക്കണക്കിന് ആലിമീകളെയും മുതഅല്ലിമീകളെയും യതീമക്കളെയും ഒക്കെ പോറ്റി വളർത്തുന്ന പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നവരും ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരും ചീത്ത പറയുന്നവരും അനാവശ്യം പറയുന്നവരും ഒക്കെയുണ്ട്. അവരുടെ എല്ലാ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കണേ റഹ്മാനേ.
സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീകൾക്കും ആലിമീകൾക്കും നിന്റെ ദീനിന് വേണ്ടി പരസ്പരം യോജിച്ച് ഖൈറായ പ്രവർത്തനങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. ഖൈറായ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. ഫിത്നയും ഫസാദുകളൊന്നുമില്ലാതെ ഞങ്ങളെ ജമാഅത്തുകളും അതുപോലെ ജമാഅത്തുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമൊക്കെ നീ നിലനിർത്തണം റഹ്മാനേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ബിസ്മിൽ സ്തുതിഗീതം പാടിടുവാൻ വിരികോട്ട് ഞങ്ങളിൽ അല്ലാഹുവേ. ബിസ്മിയും ചൊല്ലി തുടങ്ങിടുന്നു, ബിസ്മിൽ സ്തുതിഗീതം പാടിടുന്നു, ബിസ്മിൽ സ്തുതിഗീതം പാടിടുവാൻ വിരികോട്ട് ഞങ്ങളിൽ അല്ലാഹുവേ. ബിസ്മിയും ചൊല്ലി തുടങ്ങിടുന്നു, ബിസ്മിൽ സ്തുതിഗീതം പാടിടുന്നു, ബിസ്മിൽ സ്തുതിഗീതം പാടിടുവാൻ വിരികോട്ട് ഞങ്ങളിൽ അല്ലാഹുവേ. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, റഹ്മാനും റാസിഖും നീയാകോനെ, തേടുന്നു എന്നെന്നും നിന്നോടായി, കേഴുന്നു എന്നെന്നും രക്ഷക്കായി. ബിസ്മിയും ചൊല്ലി തുടങ്ങിടുന്നു, ബിസ്മിൽ സ്തുതിഗീതം പാടിടുന്നു, ബിസ്മിൽ സ്തുതിഗീതം പാടിടുവാൻ വിരികോട്ട് ഞങ്ങളിൽ അല്ലാഹുവേ. ഇർഷാദുൽ മുസ്ലിമീൻ സംഘങ്ങളെ കാക്കണം എപ്പോഴും ഉസ്താദോരെ, മഗ്ഫിറത്താക്കണം വാലിദോരെ, റഹ്മത്തിലാക്കണം മുഅ്മിനോരെ. ബിസ്മിയും ചൊല്ലി തുടങ്ങിടുന്നു, ബിസ്മിൽ സ്തുതിഗീതം പാടിടുന്നു, സ്തുതിഗീതം പാടിടുവാൻ വിധികൂട്ട് ഞങ്ങളിൽ അല്ലാഹുവേ. ബിസ്മിയും ചൊല്ലി തുടങ്ങിടുന്നു, ബിസ്മിൽ സ്തുതിഗീതം പാടിടുന്നു, ബിസ്മിൽ സ്തുതിഗീതം പാടിടുവാൻ വിധികൂട്ട് ഞങ്ങളിൽ അല്ലാഹുവേ. ബിശംസിൽ ഹുദാ ഫീ കുല്ലി സമാനി, മശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി. മശ്രിഖിലും മഗ്രിബിലും നബി ശംസിൽ ഹുദാ ഫീ കുല്ലി സമാനി, മശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി. മയിലിന്റെ സുന്ദരരൂപമണിഞ്ഞ് ചമഞ്ഞൊരു സുന്ദരമേനി, മൗലാന മൗലൽ ആലമി സയ്യിദുൽ അദ്നാനി. മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി, മഹ്ശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി. മഞ്ജരി കഞ്ഞൊരമൂല്യ ശരീരം, നെഞ്ചു വിടർന്നൊരു മോഹന താരം, മഞ്ജരി തൂകിയലെന്തലങ്കാരം. മഞ്ജരി കഞ്ഞൊരമൂല്യ ശരീരം, നെഞ്ചു വിടർന്നൊരു മോഹന താരം, മഞ്ജരി തൂകിയലെന്തലങ്കാരം. അലങ്കാരാനോറ് മുഹമ്മദ് തങ്ങൾ തിളങ്ങിടും പങ്കജമേനി, മൗലാന മൗലൽ ആലമി സയ്യിദുൽ അദ്നാനി. മശ്രിഖിലും ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി, മഹ്ശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി.
കോമളരാം നബി യൂസുഫരന്ന് കാമിനിമാരുടെ കൽബ് കവർന്ന് ആമുഖം കണ്ടവരാകെ മറന്ന് കോമളരാം നബി യൂസുഫരന്ന് കാമിനിമാരുടെ കൽബ് കവർന്ന് ആമുഖം കണ്ടവരാകെ മറന്നതിനാൽ കൈകൾ മുറിച്ചവർ തങ്ങൾ തിളങ്ങിടും പങ്കജമേനി മൗലാന മൗലല്ലാലമി സയ്യിദുല്ലദിനാനി മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി മഹ്ശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി മഹ്ശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി جلالنا صل بناء لبدر الهدى رحمة لك دائم حمدنا لا ريب عونك كافلنا أنت جل جلالنا صل بناء لبدر الهدى رحمة لك دائم حمدنا ريب عونك كافلنا أنت جل جلالنا صل بناء لبدر الهدى محمود هو صاحب الكوثر مرحبا أهلا له سهلا له ربي بارك واسقنا كوثره رغدا محمود هو صاحب الكوثر مرحبا أهلا له سهلا له ربي بارك واسقنا كوثره رغدا رحمن لك دائم حمدنا صل بناء لبدر الهدى يا طه لك أشكو بلائي مالي مال ولا حول كدت لكن كفاه في مد جودك معتمدا يا طه لك بلائي مالي مال ولا حول قط لكن كفاه في مد جودك معتمدا رحمة لك دائم حمدنا لا ريب عونك كافلنا أنت جل جلالنا صل بناء لبدر الهدى رحمة لك دائم حمدنا لا ريب عونك كافلنا أنت جل جلالنا صل بناء لبدر الهدى سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نجنا وكشف جميع عادية وصرف مقاعد العدا والخوف بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله